ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറയും രണ്ടാൾ. ഒന്ന് ഹസനും റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹും ആയിരുന്നു എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് 2 കുട്ടികളല്ല ഉണ്ടായിരുന്നത്, 5 കുട്ടികളുണ്ടായിരുന്നു. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഈ സത്യം ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാഞ്ഞിട്ടാണ് യഥാർത്ഥം നമ്മളെല്ലാവരും സംസാരിക്കുമ്പോഴൊക്കെ ഹസൻ ഹുസൈൻ തങ്ങൾ പാപ്പാൻ്റെ പേരാണ് കൂടുതൽ ഉച്ചരിക്കാറുള്ളത്. ഫാത്തിമ ബീവിയുടെ മൂത്ത മകനാണ് ഹസൻ തങ്ങൾ പാപ്പ, രണ്ടാമത്തെ മകനാണ് ഹുസൈൻ തങ്ങൾ പാപ്പ, മൂന്നാമത്തത് മുഹസിൻ എന്നവരാണ്. അത് കഴിഞ്ഞാൽ 2 പെൺമക്കളുണ്ട്. ഒന്ന് ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹ, രണ്ടാമത്തെ സൈനബ് റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 5 ആളുകൾ ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നു. ഇത് പോലെ ഒരുപാട് ചരിത്രങ്ങൾ ഫാത്തിമ ബീവിയെക്കുറിച്ച് നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബൂവത്തിന് ശേഷം, അതായത് 40 വയസ്സ് നുബൂവത്ത് കിട്ടിയതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടുന്ന് മുത്തുനബി പലപ്പോഴും പറയുമായിരുന്നു ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന്. ഫാത്തിമ ബീവി നല്ലൊരു കവിയത്രിയായിരുന്നു, അതായത് ഒരു എഴുത്തുകാരി, നല്ല എഴുതും കവിത എഴുതുന്ന ഒരു സ്വഭാവം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായിരുന്നു. ഏതുപോലെ മുത്തുനബിൻ്റെ ഉമ്മ, അതായത് ഫാത്തിമ ബീവിയുടെ വല്യുമ്മ, മുത്തുനബിൻ്റെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ നല്ല എഴുതുമായിരുന്നു. അത് മുത്തുനബിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടുന്ന് അബ്ദുള്ള എന്നവരെക്കുറിച്ച്, അതായത് മുത്തുനബിൻ്റെ ഉപ്പയെക്കുറിച്ച് കവിത എഴുതിയ ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ഉപ്പ തിരിച്ചു വരാതെ ഫസ്റ്റ്, അതായത് കുറച്ച് ദിവസങ്ങളെ ഉപ്പയും ഉമ്മയും ജീവിച്ചിട്ടുള്ളൂ. ഈ ഉപ്പയും ഉമ്മയും കൂടിയുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ പിന്നെ ഉപ്പ കച്ചവടത്തിന് പോകുന്നതും അതുപോലെ തന്നെ വയറ്റിലുള്ള സമയത്ത് ഉപ്പനെക്കുറിച്ച് എഴുതിയ കവിതകളൊക്കെ വലിയ സംഭവങ്ങൾ, നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പം ഇന്നത്തെ ദിവസം റമളാൻ 3 പറ്റിയുള്ള ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നത്. റമളാൻ 3 ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഹിജ്റ 11 റമളാൻ 3 ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് 1 മണിക്കൂറിലധികം സമയം ഇരുന്നിട്ട് ഒരുപാട് വസിയത്തുകൾ ഫാത്തിമ ബീവി അവിടുന്ന് പറയുകയുണ്ടായി. വലിയ സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് ആയി 6 മാസം മാത്രമാണ് ഫാത്തിമ ബീവി ജീവിച്ചിരിക്കുന്നത്. ഈ ഫാത്തിമ ബീവി 6 മാസം ജീവിച്ചു എന്നുള്ളതിലല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഫാത്തിമ ബീവിയോട് പറഞ്ഞിരുന്നു, എന്നിലേക്ക് വരുന്നത് നീ ആയിരിക്കും, അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരിക്കുമെന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടിരുന്നു. അപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ തന്നെ പോയിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു വേറെ കല്യാണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അലി റളിയല്ലാഹുവിന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കും. അലി റളിയല്ലാഹുവിന് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് അലി റളിയല്ലാഹുവിന് ഒരു വസിയത്ത് കൊടുത്തിരുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കണം. അതിനെപ്പറ്റി ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അതിനെപ്പറ്റി ഒരു വിശദീകരിച്ചൊരു ക്ലാസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 മണിക്കൂർ സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് വസിയത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, എൻ്റെ വഫാത്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, വേറൊരു വിവാഹം കഴിക്കണം. എൻ്റെ കുട്ടികൾക്ക് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കണം, മറ്റുള്ളവർക്കൊക്കെ മാറ്റി വെക്കുന്നതിൽ നിന്നും ഒരു ദിവസം എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം മാറ്റി വെക്കണം. എൻ്റെ കുട്ടികളെ എങ്ങനെ നോക്കണം എന്ന് വരെയുള്ള വിഷയങ്ങൾ വരെ വ്യക്തമായി സംസാരിച്ചിട്ട് അലി ഇബ്നു അബീ താലിബിനോട് ഞാൻ എൻ്റെ ഉപ്പയിലേക്ക് ഇന്ന് ചേരാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആകെ വിഷമിക്കുകയും അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹബീബ്, അതായത് എൻ്റെ അമ്മോഷനെ, അതായത് ഭാര്യൻ്റെ ഉപ്പൻ മാത്രമല്ല ഒരുപാട് ബന്ധങ്ങൾ അവർ തമ്മിലുണ്ട്, അതായത് മൂത്താപ്പി എളാപ്പി മക്കളാണ്. പിന്നെ അതുപോലെ തന്നെ അലി ഇബ്നു അബീ താലിബായിട്ടുള്ള ബന്ധം അലി റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി കൂടെ കൂട്ടിയത് വളരെ ചെറുപ്പത്തിൽ കൂട്ടിയതാണ്. അങ്ങനെ ബന്ധങ്ങളുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം വന്ന കുട്ടികളെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അലിയാണ്. അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്നും ആദ്യം കടന്നു വന്നത് ഖദീജ ബീവിയാണ്. അതുപോലെ തന്നെ പിന്നെ മുതിർന്നവരിൽ നിന്നും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതൊക്കെ വലിയ ഇഷ്കിൻ്റെ ലോകമാണ്. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒന്നും ഒരു ദിവസത്തെ ആ ഒരു മുത്തുനബിക്കുള്ള ഹിദ്മൻ്റെ മേലേക്ക് വെക്കാൻ നമ്മൾ ആയുസ് മുഴുവൻ ചെയ്താൽ കിട്ടൂല. അത്രയും വലിയ ഇഷ്കിൻ്റെ ഉടമകളാണ് അവരൊക്കെ.
അപ്പം അവരൊക്കെ മുത്തുനബിനെ അത്രത്തോളം പ്രിയം വെച്ചിട്ടുണ്ട്. നമ്മൾ റൂട്ട് മാറുന്നുണ്ട്. അപ്പം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ വഫാത്തായതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹത്തിൽ ഏകദേശം 14 ആൺകുട്ടികൾ, പല വിവാഹങ്ങളിലായിട്ട് അലി റളിയല്ലാഹു അൻഹു 14 ആൺകുട്ടികളും അതുപോലെ തന്നെ 17 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. മൊത്തം 31 കുട്ടികൾ അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പലരും അറിയപ്പെടാത്ത ചരിത്രങ്ങളാണ്, യഥാർത്ഥമാണ് ഇതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വഫാത്തിൻ്റെ ശേഷം മറവ് ചെയ്തത് രാത്രിയാണ്. ഈ രാത്രി മറവ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു മനസ്സ് സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയില്ല, നമ്മളെ കൂടുതലെപ്പോഴും ഉണ്ടാവില്ല, നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ. അതുപോലെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അസ്മാഹു ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ എന്നവർ ഫാത്തിമ ബീവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവരോട് പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ദിവസം അവർ പറയുകയുണ്ടായി, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്നെ പൊതുവെ അവിടെ മദീനയുടെ ഭാഗത്തൊക്കെ വഫാത്തായി കഴിഞ്ഞാൽ നേരെ കഫൻ ചെയ്തിട്ട് ഒരു പലകമ്മൽ കിടത്തിയിട്ട് നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് ഉണ്ടായാൽ. അപ്പം ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ ശരീരത്തിൻ്റെ വെടിവുകളും മറ്റും പുറം ലോകം കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം രാത്രിയിലും ആകലാണ് നല്ലത് മറവ് ചെയ്യൽ എന്ന് ഫാത്തിമ ബീവി പറഞ്ഞിരുന്നു. അല്ലാതെ രാത്രി അവിടെ മറവ് ചെയ്യൽ പതിവുള്ളതാട്ടോ. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയാണ് മറവ് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ, അതായത് മുത്തുനബിൻ്റെ മദീനത്തെ പള്ളി വൃത്തിയാക്കിയിരുന്നൊരു സ്ത്രീയുണ്ട്. അവർ ഇതേപോലെ മരണപ്പെട്ട സമയത്ത് മുത്തുനബി പോലും അറിഞ്ഞിട്ടില്ല, അവർ വേഗം മറവ് ചെയ്തിട്ടുണ്ട്, രാത്രിയാണ് മറവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ രാത്രി മറവ് ചെയ്യുന്ന ശീലം അവിടെ ആദ്യം ഉള്ളതാണ്. പക്ഷേ ഇത് ഒരു വസിയത്ത് പറഞ്ഞിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞു, എന്നെ രാത്രി ആയാലും അർദ്ധരാത്രി മറവ് ചെയ്യുക, അതുമാത്രമല്ല കൂടുതൽ ആരും അറിയിക്കരുതും എന്ന് പറഞ്ഞിരുന്നു. കാരണം പൊതുവെ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാജാവിൻ്റെ ലെവലുള്ള ആളുകളൊക്കെ വന്ന് അവിടുത്തെ മുത്തവൻ്റെ കീഴിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ജനാസ നിസ്കാരങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്, കഴിയുന്നതും വേഗം മറവ് ചെയ്യുക എന്നായിരുന്നു. വേഗം ആരും അറിയിക്കാതെ രാത്രിയുടെ വളരെ ഇരുണ്ട സമയത്ത് മറവ് ചെയ്യാനായിരുന്നു ഫാത്തിമ ബീവി അവിടുന്ന് വസിയത്ത് ചെയ്തത്. അതിലൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും എൻ്റെ ശരീരത്തിൻ്റെ പിന്നെ ആ ഒരു രൂപം വേറെ ആരും കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ വലിയ വലിയ സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രാത്രിയിലാണ് മറവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. അസ്മാ റളിയല്ലാഹുവിനോട് പറയുമായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അസ്മാ ബീവി പറഞ്ഞു, ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അബ്സീനിയയിലായിരുന്നു അസ്മാ ബീവി ഉണ്ടായിരുന്നത്, അവിടുത്തെ ഭർത്താവിൻ്റെ കൂടെ. അപ്പോൾ അബ്സീനിയ എന്ന രാജ്യത്ത് കൂടുള്ള ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്നൊരു രൂപം അവിടുന്ന് അസ്മാ ബീവി കണ്ടിരുന്നു. കൂടുള്ള പെട്ടി പറഞ്ഞാൽ നമ്മൾ ഇവിടെ മദീനത്ത് കാണുന്ന ഒരു പലകമ്മൽ വെച്ചിട്ട് നേരെ ജനാസ വെച്ച് കൊണ്ടുപോയാലാണ്. പക്ഷേ അസ്മാ ബീവി ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ അബ്സീനിയ ഭാഗത്ത് പോയ സമയത്ത് അവിടെ നിന്നും കണ്ടിട്ടുണ്ട് ഒരു പലകൻ്റെ മുകളിൽ ജനാസ വെച്ചതിന് ശേഷം അതിനൊരു മൂടിയിടുന്ന സമ്പ്രദായം ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. അത് രാത്രിയാകുക, അതിൻ്റെ പുറമെ ഒരു മൂടിയിടുക, മൂടിയുടെ പുറമെ ഒരു ശീലയും വെക്കുന്നൊരു ശീലം. അതായത് ഈ പിന്നെ ജനാസയുടെ മുകളിൽ മൂടി വെക്കുന്ന ആദ്യം തന്നെ മദീനത്ത് ഈ സംഭവം വന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. അത് അങ്ങനത്തെ ഒരു വസിയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ സംഗതി ഒന്നാ കിട്ടിയേ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ ജനാസക്ക് അന്ന് രാജാക്കന്മാരോ അന്ന് അങ്ങനെ പ്രത്യേക ആരുകളല്ല ഇമാമത്ത് നിന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസക്ക് ഇമാമ് നിന്നിരുന്നത്. അതുപോലെ തന്നെ ഫാത്തിമ ബീവിയെ കുറിച്ച് ഈ ഷിയാക്കളുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. അത് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ ഉടനെ ജനാസയുടെ കർമ്മങ്ങളുണ്ടല്ലോ, അതായത് പിന്നെ കഫൻ ചെയ്യലും പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായും അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും അവിടുത്തെ കുട്ടികളും ആ ഒരു സഭയിലില്ലായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന് ഉപ്പൻ്റെ വഫാത്ത്, അത് പിന്നെ ഫാത്തിമ ബീവിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു, അത് വേറെ ചരിത്രമാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അവർ ആ ഒരു സദസ്സിലില്ല. അപ്പോൾ അതിനെ ചൊല്ലി കുറേ ആളുകൾ വേറെ പല രൂപത്തിൽ പറഞ്ഞുണ്ടാക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അവിടെ വീട്ടിലേക്ക് കാണാൻ വന്നതിനും, അതായത് ഇവരെ വീട്ടിലേക്ക് കയറി ചെന്നതിനും, ആ ചെല്ലുന്ന സമയത്ത് വാതിലൊരു ആണി ഉണ്ടായിരുന്നതിനും, അങ്ങനെ ഒരുപാട് അതിനൊരു ചരിത്രങ്ങൾ, ആ ആണി ഗർഭാശയത്തിലേക്ക് എറിഞ്ഞിന്നും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പലതും പല സ്ഥലത്തുനിന്നും കേൾക്കാം. അതൊന്നും ഒരു വ്യക്തമായ സത്യമായ ചരിത്രങ്ങളല്ല. അതുപോലെ തന്നെ എന്തായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും
ഫാത്തിമ ബീവിയുടെ നേരെ നിൽക്കൂലാനുള്ളത് ഒരു ഇത്തിരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും തിരിച്ചറിയുന്നതാണ്. കാരണം ഞാൻ ഈ ചരിത്രം പറയാൻ കാരണം ഷിയാക്കളെ ചരിത്രത്തിൽ ഞാനിതിൻ്റെ ഇടയിൽ കേട്ടു, ഷിയാ ചരിത്രത്തിൻ്റെ ഇടയിൽ ഫാത്തിമ ബീവിയെ കുറിച്ച് ഉമർ റളിയല്ലാഹുവിന് അവിടുത്തെ വീടിന് തീ കൊടുത്തതിനും അങ്ങനെ വീട് കത്തിയെന്നും അങ്ങനെ ഫാത്തിമ റളിയല്ലാഹുവിന് അതിലൂടെയാണ് മരണപ്പെട്ടതെന്നും അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഈ സിയാക്കളുടെയുള്ള പല വിശ്വാസങ്ങളുണ്ട്. അതൊന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളല്ല. അങ്ങനെ നമ്മൾ ഉടനെ കേൾക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു ചുവട് കൂടെ കേട്ട് മറ്റേ ചുവട് കൂടെ തള്ളിക്കളയുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിയ ഭർത്താവിനെ പിടിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് പോവുകയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ നല്ല അത്രയൊക്കെ പൂശി നല്ല വൃത്തിയായി നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫാത്തിമ ബീവിയാണ് കാണുന്നത്. അപ്പോൾ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പിന്നെ ഞാനിന്നൊരു യാത്ര തിരിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു നല്ല സന്തോഷത്തിൽ എവിടേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയിലേക്കാണെന്നാണ്ട് പറഞ്ഞ ആ ഒരു രംഗം അലി റളിയല്ലാഹു അൻഹു ആകെ ചങ്ക് തകർന്ന് കിടക്കുന്നൊരു രംഗമുണ്ട്. കാരണം എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും അവിടുത്തെ ആ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന ആലിംഗനം ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആ വീടിൻ്റെ ഉമ്മരത്ത് ഇങ്ങനെ നടക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫാത്തിമ ബീവി അതിയായ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ മാറ്റി ഒരുക്കുന്നത്, കുട്ടികൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കുന്നത്, കുട്ടികളൊക്കെ അത്ര പൂശി ഇരുത്തുന്നത്. കാരണം ഞാൻ നിൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉള്ളത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഒരു വിഷമം തന്നെ എന്നിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടില്ല ഫാത്തിമ. അതിനു മുമ്പ് നിൻ്റെ ഈ ഒരു സംസാരം കേൾക്കാനുള്ള ഒരു താക്കത്ത് ഈ അലിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നൊരു രംഗമുണ്ട്. വല്ലാത്തൊരു രംഗങ്ങളാണ് അതൊക്കെ. അപ്പം അത്രത്തോളമൊക്കെ പറഞ്ഞ് വസിയത്ത് ചെയ്തു ഒരു മണിക്കൂറിലധികം. ആ വസിയത്തുകളൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ സംസാരിക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടൊരു സമയത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത്ര വലിയ വസിയത്തൊക്കെ കൊടുത്ത് പിന്നെ വഫാത്തായ ഫാത്തിമ ബീവിയെ പറ്റിയാണ് ഇവർ പറഞ്ഞത്. വീടിന് തീ കൊടുത്തിട്ടാണ് വഫാത്താക്കിയത് എന്തൊക്കെ. അതേതായാലും അതൊക്കെ വേറൊരു സൈഡ്, അതൊക്കെ ഷിയാ വിഭാഗത്തിൻ്റെതാണ്. ഏതായാലും സുന്നത്ത് ജമാഅത്തിൻ്റെ അല്ല. ഇൻഷാ അല്ലാഹ് അത് കരുതിയിരിക്കുക. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നടത്തം അതുപോലെ എങ്ങനെയാണോ മുത്തുനബി നടന്നിരുന്നത്, ഒരു മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് ഇറങ്ങുക, അതേ നടത്തമായിരുന്നു പിന്നെ ആർക്ക് കിട്ടിയിരുന്നത്, ഫാത്തിമ ബീവിക്ക് കിട്ടിയിരുന്നത്. മുത്തുനബിൻ്റെ നടത്തം അതുപോലെ തന്നെ സംസാരം, ആ സംസാരം മാത്രമല്ല സംസാരത്തിൻ്റെ ആ ശൈലി ഉണ്ടല്ലോ, മുത്തുനബി സംസാരിക്കുന്ന അതേ ശൈലിയിലായിരുന്നു ഫാത്തിമ ബീവി സംസാരിച്ചിരുന്നത്. അതായത് മുത്തുനബി പലപ്പോഴും പറയുമായിരുന്നു ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന്. അപ്പോൾ അതേ രൂപം എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ കളവ് പറയാത്ത തങ്ങളാണ്. അപ്പോൾ തങ്ങളെ നാവിൽ നിന്നും എന്ത് വന്നോ അത് സംഭവിക്കും. അതാണല്ലോ അതിൻ്റെ യഥാർത്ഥം. കാരണം മുത്തുനബിൻ്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ച പിന്നെ അബൂലഹബിൻ്റെ 2 കുട്ടികളായിരുന്നു. 2 പെൺമക്കളെ കല്യാണം കഴിച്ചത് അബൂലഹബിൻ്റെ 2 കുട്ടികളായിരുന്നു. ആ കുട്ടികൾ പിന്നെ മുത്തുനബി ഇസ്ലാമിനെ പറ്റി പ്രചരണം നടത്തിയപ്പം അബൂലഹബ് എന്ത് ചെയ്യാണ്, അവൻ കുട്ടികളോട് അവരെ കാര്യം തീർക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പെൺമക്കളെയും കാര്യം തീർക്കുന്ന സമയത്ത് മൂത്ത ആൺകുട്ടി എന്ത് ചെയ്ത്, അബൂലഹബിൻ്റെ മൂത്ത മകൻ എന്ത് ചെയ്ത്, പിന്നെ മുത്തുനബിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അത് വല്ലാത്തൊരു രംഗമാണ്. കാരണം ഹബീബായ തങ്ങളെ മുഖത്തേക്ക്, അതായത് സ്വന്തം അമ്മോഷൻ അത് കാര്യം തീർക്കുകയാണ്. അപ്പോൾ കാര്യം തീർക്കാൻ വാപ്പ പറയാണ്, അബൂലഹബ് പറയാണ്, മുത്തുനബിൻ്റെ മൂത്താപ്പ പറയാണ് കാര്യം തീർക്കണമെന്ന്. അപ്പം ഇങ്ങനെ ഈ തലാക്ക് ചെല്ലുന്ന സമയത്ത് മുത്തായ തങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നൊരു രംഗമുണ്ട്. അപ്പോൾ മുത്തുനബിൻ്റെ കൺട്രോൾ കൈമന്നാണ്ട് പോയി. കാരണം 2 സുന്നത്ത് ജമാഅത്ത് പറയുമ്പം സത്യം വിളിച്ചു പറയുമ്പം എല്ലാം നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം അവർ ഒറ്റപ്പെടുന്നൊരവസ്ഥ വരും എന്നുള്ളത് സത്യമാണ്. അത് പണ്ട് ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി ഒറ്റപ്പെടുന്നൊരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നുബുവത്ത് ഇറങ്ങിയ സമയത്ത് ഇക്റ ഓതിയില്ലേ, അന്ന് ആ സമയത്ത് ആ ചരിത്രമൊക്കെ ഇപ്പോൾ പറഞ്ഞ സമയം പോകും. അപ്പം ആ സമയത്ത് ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ടുണ്ട് വീടും നാടും വിട്ട് പോകേണ്ടി വരും, ഒറ്റപ്പെടുന്നു. ആ ഒരു അവസ്ഥ അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന തങ്ങളെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്, അബൂലഹബാണ്. അതായത് അബൂലഹബ് പറഞ്ഞിച്ചാൽ അബൂലഹബിനെ പറ്റി പറയുകയാണെങ്കിൽ അബൂലഹബിന് മുത്തുനബി ജനിച്ച സമയത്ത് എൻ്റെ അനുജൻ്റെ കുട്ടി ആൺകുട്ടിയാണ് എന്നുള്ള സന്തോഷത്തിൽ ഇന്തെന്ന സ്ത്രീയെ, അടിമ സ്ത്രീയെ പറഞ്ഞ് വന്നതിന്, അതായത് നന്ദ്രവൻ്റെ ഭാര്യ ആമിന ബീവി പ്രസവിച്ചിട്ടുണ്ട്, അത് ആൺകുട്ടിയാണ് എന്ന് കേട്ടതിന്, അതായത് മുത്തുനബി ആണ് എന്ന് അറിഞ്ഞാനില്ല, ആൺകുട്ടിയാണ് എന്ന് കേട്ടതിന് വേണ്ടി ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതിനാണ് ഇന്നും അബൂലഹബിന് സ്വർഗീയ ലോകത്ത് 2 വിരലിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പം അത് മുത്തുനബിനെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടും എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. കാരണം പിന്നീടുള്ള അബൂലഹബിൻ്റെ ചരിത്രങ്ങളൊക്കെ മോശമായിരുന്നു. കാരണം മോശം എന്ന് പറഞ്ഞു വെച്ചാൽ അബൂലഹബിനെ പറ്റിയിട്ടൊരു സൂറത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, തബ്ബത്ത് യദാ അബീ ലഹബിൻ വത്തബ്, അബൂലഹബും അവൻ്റെ കുടുംബവും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആയത്തൊക്കെ ഇറങ്ങിയ വലിയ രംഗാണ്. അപ്പം ഈ മുത്തുനബിൻ്റെ നമ്മൾ പറഞ്ഞ വിഷയത്തിന് മാറി, മുത്തുനബീൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി ആര്, അബൂലഹബിൻ്റെ
മൂത്ത മകന്, അതായത് മുത്തുനബിൻ്റെ മരുമകന്, ആ ഒരു കാർക്കിച്ച് തുപ്പിയ സമയത്ത് മുത്തുനബിൻ്റെ വായിൽ നിന്നും അങ്ങ് വീണു പോകുന്നുണ്ട്. അന്നെ നരി പിടിച്ചു പോകുമടാ എന്ന്. അത് ആ ഒരു സങ്കടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഹബീബായ തങ്ങൾ ജീവിതത്തിൽ ആരോടും അങ്ങനെ പറഞ്ഞതായിട്ടോ പിന്നീടോ അതിന് മുമ്പേ അതിൻ്റെ ശേഷമോ ഇല്ല. തങ്ങളുടെ മനസ്സിൻ്റെ വിഷമം, അതായത് 2 കുട്ടികളെ മുന്നിൽ നിന്നും തലാക്ക് ചെല്ലുന്ന ഒരു അവസ്ഥ ഇങ്ങനെ കാണുകയാണ്. അതും സ്വന്തം മൂത്താപ്പയും മരുമക്കളും നേരെ നിൽക്കുന്ന ഒരു സമയം വന്നപ്പോൾ മുത്തുനബിൻ്റെ കയ്യിൽ നിന്നും പോയി, ഹബീബായ തങ്ങളെ കയ്യിൽ നിന്നും പോയൊരു വാക്കാണ് അന്നെ നരി പിടിച്ചു പോകുമടാൻ. അതായത് ഒരു സങ്കടമുള്ള വാക്ക് പോലെ പറഞ്ഞാൽ ആ സൗദി അറേബ്യൻ്റെ ആ ഭാഗത്തൊരു നരി എന്ന് പറഞ്ഞ സാധനം ഇല്ല. പക്ഷേ അത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നാവ് കൊണ്ട്, സത്യം മാത്രം പറയുന്ന നാവ്, അതായത് കളവ് ഇതുവരെ ലോകത്ത് തമാശക്ക് പോലും പറയാത്ത ഹബീബിൻ്റെ നാവ് കൊണ്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞ സമയത്തൊരു യാത്രാ സംഘത്തിൻ്റെ കൂട്ടത്തിൽ പോകുമ്പം അവിടുന്ന് നരി പിടിച്ചു പോവുകയാണ്. അത് വല്ലാത്തൊരു ചരിത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്വർഗീയ ഹൂറിലീങ്ങൾ, അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ നേതാവായിട്ടാണ് ആരെ നിശ്ചയിച്ചിരിക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗീയ ഹൂറികളുടെ നേതാവാണെന്ന്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള സ്ത്രീകളുടെ നേതാവ് തന്നെയാണ്. എല്ലാവരും നമുക്ക് നേതാവിലേക്ക് എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതാൻ മറക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം സ്ത്രീകളുടെ നേതാവ് എന്ന് പറയുമ്പം അത് നേതാവ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കളവ് പറയാത്ത നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് എൻ്റെ ഫാത്തിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിമ ബീവി സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ്. നിത്യം ഒരു ഫാത്തിഹയിൽ ഉൾപ്പെടുത്താൻ ആരും മറക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിൻ്റെ സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വീട്ടിൽ നിന്നും ഇവിടുത്തെ ജനാസകർമ്മങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ അടുത്തിന് ജനാസൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഹബീബായ തങ്ങളെ മറവ് ചെയ്ത് അവിടുന്ന് തിരിച്ചു പോരുന്നത്, ലാസ്റ്റ് പോരുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്ന് വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പം ഫാത്തിമ ബീവി അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അനസേ, എങ്ങനെയാണ് ഹബീബായ തങ്ങളെ ആ ഒരു ശരീരത്തിലേക്ക് മണ്ണ് വാരിടാൻ നിങ്ങൾക്ക് തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു രംഗാണത്. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. അങ്ങനെ ചോദിക്കരുത്, അത് അവിടുന്ന് ഉപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന രൂപമാണല്ലോ, അത് ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു കവിത പറയുന്നുണ്ട്. ആ കവിതയിൽ നമ്മളെ മലയാള രൂപമാക്കുകയാണെങ്കിൽ കവിതയിൽ പറയുന്നത് എന്താണെങ്കിൽ, ഹബീബായ തങ്ങളുടെ മേലിലേക്ക് ഇടാൻ ആ മണ്ണ് തൊട്ട കൈകൾ ഇനിയൊരു കാലത്തും അത്ര തൊടേണ്ട ആവശ്യം വരില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു കവിത തന്നെ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എഴുതുന്നുണ്ട്. ഉപ്പയുടെ വഫാത്തിന് ശേഷം വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയുമായിരുന്നു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തീരേണ്ട പ്രശ്നങ്ങൾ ഇവിടെ ഇതാ വലിയ വലിയ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് പല വിഷയങ്ങളും പല രൂപത്തിലേക്കും ആ ചർച്ചകൾ പോകുന്നു. സഹിക്കാൻ കഴിയുന്നില്ലട്ട ഹബീബേ എന്ന് അവിടുന്ന് വിളിച്ചിട്ട് ഉപ്പാനെ വിളിച്ച് പറയുന്ന രംഗങ്ങളൊക്കെ പിന്നീട് വഫാത്തിൻ്റെ ശേഷം ഉണ്ടായിട്ടുണ്ട്. ഫാത്തിമ ബീവിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് മുത്തുനബിക്ക് വലിയ വിഷമമായിരുന്നു. മുത്തുനബി ഉമ്മത്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളെന്നായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവിടുന്ന് വലിയ സ്നേഹത്തിൻ്റെ ഉടമ തന്നെയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ ആരംഭപ്പൂവായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിരുന്നത് ഉമ്മു അബീഹ എന്നുള്ള ഓമനപ്പേര് കൂട്ടിയിട്ടായിരുന്നു. പല പേരുകളുണ്ട്, ബത്തൂല്, അങ്ങനെ പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽ ഹബീബായ തങ്ങൾ വിളിച്ചിരുന്നത് ഉമ്മു അബീഹ എന്നുള്ള പേരായിരുന്നു. അതൊക്കെ വലിയ, അതായത് അവളുടെ ഉപ്പയുടെ ഉമ്മ എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്നൊരു പേര്. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ രഹസ്യങ്ങളുണ്ട്. അതൊക്കെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് പിന്നീടൊരു സമയത്ത് നമുക്ക് പറയണം. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാഹിൻ്റെ വേളയിൽ ഹജ്ജുകളൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പാക്ക് ചെറിയ രോഗമുണ്ട് എന്ന് കേട്ടിട്ട് കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വർഷത്തിൽ 1 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഖുർആൻ തല മുതൽ ഒടുവരെ ഒന്നെന്ത് ചെയ്യും, റിപ്പീറ്റ് തരും. അത് ഈ പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്നും എനിക്കൊന്ന് മനസ്സിലായി, എൻ്റെ യാത്ര അടുത്തിരിക്കുന്നു. ഈ രംഗം ഒക്കെ വല്ലാത്തൊരു രംഗങ്ങളാണ്. ഫാത്തിമ ബീവി ആ സമയത്ത് അനുഭവിച്ച വേദന വല്ലാത്ത രംഗങ്ങളാണതൊക്കെ. അവർ ഉപ്പയും മകളായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. ഈ സമയത്ത് ഫാത്തിമ ബീവിയുടെ ആ വിഷമം കണ്ടപ്പം ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയെ മാറോട് കണ്ട് അണച്ചു പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ വിഷമിക്കണ്ട, എന്നിലേക്ക് ആദ്യം അടുക്കുന്നത് നീയായിരിക്കും,
എന്നുള്ള വാക്ക് ഇവിടെയാണ് വരുന്നത്. ആ സമയത്ത് ഫാത്തിമ ബീവി വല്ലാത്ത സന്തോഷം, ആ ദുഃഖത്തിൽ നിന്നും വല്ലാത്തൊരു സന്തോഷത്തിലേക്ക്, അതായത് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്നിലേക്ക് ആദ്യം വരുന്നത് ഫാത്തിമ, അവിടുന്ന് നീയായിരിക്കും എന്നങ്ങോട്ട് കേട്ടപ്പം ഹബീബായ തങ്ങളെ ഈ സംസാരം കേട്ട സമയത്ത് ഫാത്തിമ ബീവി ആകെ സന്തോഷത്തിലായിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളമായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം? കാരണം ലോകത്തിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിലുള്ള സംസാരങ്ങൾ അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്തും ഫാത്തിമ ബീവിയെ വിളിപ്പിക്കുകയും അവിടുത്തെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നൊരു രംഗമാണ് നമ്മൾ ആ ചരിത്രത്തിൽ പലപ്പോഴും പഠിച്ചത്. ആ ചരിത്രത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അവിടുന്ന് ഫാത്തിമ ബീവിയുടെ മടിയിൽ കിടന്നിട്ടിങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ പറയും ഹബീബായ തങ്ങൾക്ക് വേദനയോ എന്ന്. കാരണം അവിടെ വേറൊരു സംഭവമുണ്ട്. ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാ വേദനയും എന്നിലൂടെ അങ്ങ് കാണിച്ചു തന്നൊക്കെ എൻ്റെ ഉമ്മത്ത് ഈ വേദന അനുഭവിക്കരുത്. അതായത് നമ്മൾക്ക് വേണ്ടിയുള്ള നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്ത് പറഞ്ഞത് നമ്മളാണ്. നമ്മൾക്കും വേണ്ടിയിട്ട് നമ്മളെ വേദന അവിടുന്ന് ഏറ്റെടുക്കുകയാണ്. അപ്പം മരണത്തിൻ്റെ 4 ഇരട്ടി വേദനയാണ് ഹബീബായ തങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ അത് കാരണം എന്താണ്? നമ്മളെ വേദനയും കൂടി അവിടുന്ന് ഏറ്റെടുത്ത് ആ സമയത്ത് ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്. ഫാത്തിമ ബീവിയെ രംഗം കണ്ടുകൊണ്ട് എന്താണ് ഞാൻ ഈ കാണുന്നത് എന്ന് ചോദിച്ചിട്ട് ഉപ്പയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പറയുന്നുണ്ട്, ഫാത്തിമ, ഇന്നത്തെ ദിവസമേ എനിക്ക് ഈ വേദന ഉണ്ടാവുകയുള്ളൂ, നാളെ എനിക്ക് ഈ വേദന ഉണ്ടാവില്ല, നാളെ ഞാൻ സ്വർഗീയ ലോകത്തായിരിക്കുമെന്നുള്ള പദം അവിടെയാണ് പറഞ്ഞത്. ഹബീബായ തങ്ങളെ കുടുംബം, ആ പരമ്പര ഈ ലോകത്ത് നിലനിൽക്കുന്നത്, നമ്മൾ കാണുന്ന സയ്യിദന്മാർ തങ്ങന്മാരൊക്കെ നിലനിൽക്കുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായും അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും പിന്നെ അതുപോലെ തന്നെ ഹസൻ തങ്ങൾ പാപ്പയും ഹുസൈൻ തങ്ങൾ പാപ്പയും പിന്നെ അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും, ഇവർ 5 പേര് അടങ്ങുന്ന ഒരു ദിവസം ഹബീബായ തങ്ങളെ ഹദറത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഈ സമയത്ത് ഹബീബായ തങ്ങൾ ഒരു പുതപ്പിട്ടിട്ട് മൂടിയിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്. ഈ പുതപ്പിട്ട് മൂടിയവർ, അഹ്ലുൽ ഖസാഹിൻ, പുതപ്പിട്ട് മൂടിയവർ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് അന്ന് അവിടുന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരിലൂടെയാണ് എൻ്റെ പരമ്പര നിലനിൽക്കാൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അലി ഇബ്നു അബി ത്വാലിബിൻ്റെയും ഫാത്തിമ ബീവിയുടെയും കുട്ടികളിൽ ബാക്കി 3 ആളുകളുടെ പരമ്പര അഹ്ലു ബൈത്ത് എന്നുള്ള നിലക്കല്ല, അതായത് മുത്തുനബി ഈ പറഞ്ഞ ഇതിൽ പെടൂല, അതായത് അഹ്ലുൽ ഖസാഹിൻ എന്ന വിഭാഗത്തിൽ ഇവർ പെടൂല. ബാക്കി 3 ആളുകളുണ്ടല്ലോ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും, ഈ ഹസൻ ഹുസൈൻ അല്ലാത്ത അവരത് ഈ ഗണത്തിൽ പെടൂല. കാരണം പുതപ്പിട്ട് മൂടിയവരിൽ അത് പെട്ടിട്ടില്ല. അത് ഹബീബായ തങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു വെച്ചതാണ്. അവർ പരമ്പരയിൽ പെട്ടത് അല്ല എന്നല്ല പറഞ്ഞത്, അതായത് അവർ ഈ പരമ്പരയിൽ തന്നെയാണ്, പക്ഷേ ഇതിൽ പെട്ടിട്ടില്ല. ഈ മുത്തുനബി പറഞ്ഞല്ലോ അഹ്ലുൽ ഖസാഹിൻ, ഈ പുതപ്പിട്ട് മൂടിയവർ എന്ന് പറഞ്ഞതിൽ ഈ 5 ആളുകളെ പെടുന്നുള്ളൂ. ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, രണ്ടാമത്തെ അവിടുത്തെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മൂന്നാമത്തത് അവിടുത്തെ ഭർത്താവ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അവിടുത്തെ 2 കുട്ടികൾ ഹസൻ തങ്ങളുപ്പാപ്പയും ഹുസൈൻ തങ്ങളുപ്പാപ്പയും. ഇങ്ങനെ 5 ആളുകളാണ് ആ പുതപ്പിട്ട് മൂടിയവരിൽ പെടുന്നത്. അവരാണ് ശരിക്കും യഥാർത്ഥ അഹ്ലു ബൈത്ത്. അത് മുത്തുനബി പറഞ്ഞ ആ അഹ്ലുൽ ഖസാഹ് എന്ന് പറഞ്ഞതിൽ പെട്ടത്. മറ്റത് അഹ്ലു ബൈത്ത് തന്നെയാണ്, അവരെ ആദരിക്കരുതെന്നല്ല പറഞ്ഞത്, അവർ ഈ അഹ്ലുൽ ഖസാഹിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പല സമയത്തും നമ്മൾ സംസാരിക്കുമ്പോൾ ഹസൻ ഹുസൈൻ തങ്ങളുപ്പാപ്പാനെ സംസാരത്തിൽ വരുന്നത് മുഹസിൻ എന്നവരോ അതുപോലെ തന്നെ ഉമ്മു കുൽസു എന്നവരോ മറ്റു പിന്നെ മക്കളോ ഇതിൽ പെടാത്തത് ഈ ഒരു അഹ്ലുൽ ഖസാഹിൽ പെടാത്തത് കൊണ്ടാണ്. സംഗതി മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് അലി ഇബ്നു അബി ത്വാലിബ് എന്ന് പറഞ്ഞാൽ അബൂ ത്വാലിബിൻ്റെ മകന് അലി ഇബ്നു തങ്ങളെ എവിടെ കൊണ്ടുവന്നാക്കുകയാണ്? മുത്തുനബിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കുകയാണ്. അന്നത്തെ ദാരിദ്ര്യം കൊണ്ട് കൊണ്ടുവന്നാക്കിയതാണ്. അപ്പം മുത്തുനബി തന്നെയാണ് ആരെ പോറ്റി ഉണ്ടാക്കിയത്? അലി ഇബ്നു അബി ത്വാലിബിനെ പോറ്റി ഉണ്ടാക്കിയത്. അപ്പം ആ ഒരു നിലക്ക് അത് പുറത്തല്ല. സംഗതി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരുന്നു, മനസ്സിലാക്കണേ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അഹ്ലു ബൈത്തിൻ്റെ രംഗം അവർ രൂപീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അഹ്ലു ബൈത്തിനെ പറ്റി നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹസനി ഹുസൈനി പരമ്പര ഇവിടെ നിലനിൽക്കുന്നത് നമ്മളിപ്പോൾ എപ്പോഴും പറയൽ അങ്ങനെയാണല്ലോ, ഹസനി ഹുസൈനി പരമ്പര തന്നെ. അതാണ് ഈ പരമ്പര അങ്ങനെയാണ് വരുന്നത്, അല്ലാതെ മറ്റൊരു മാറ്റിവെച്ചതല്ല. അതുപോലെ തന്നെ ഭർത്താവിനും കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കൽ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന രംഗം കണ്ട സമയത്ത് ഒരു ദിവസം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ഉപ്പൻ്റെ അടുത്ത് പോവാം, അവിടെ കുറേ യുദ്ധത്തിൽ കിട്ടിയ കുറേ അടിമകളുണ്ട്, അവരിൽ ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ വർക്ക്, അതായത് ജോലി അവർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും കൂടി എന്ത് ചെയ്യാണ്, പിന്നെ ഉപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ മുത്തുനബീൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് ഒരാളെ അടിമകൾ കൊടുത്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി ആകെ ഇങ്ങോട്ട് മുഖം വിളറിപ്പോയി. ഫാത്തിമ ബീവിക്ക് തോന്നി ഒന്നും ചോദിക്കേണ്ടില്ലായിരുന്നു. അലി ഇബ്നു തങ്ങൾക്കും തോന്നി വല്ലാത്തൊരു കഷ്ടമായി പോയി, ചോദിക്കേണ്ടില്ലായിരുന്നു. എൻ്റെ കുട്ടിയിൽ നിന്നും ഈ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട്
നീ എന്ത് ചെയ്യണം, നിനക്ക് അതിലേറെ ഏറ്റവും ഒരുപാട് നിഹ്മത്തും ബർക്കത്തും കിട്ടുന്ന ഒരു രംഗമാണ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ 33 വട്ടം ഇങ്ങനെയൊക്കെ ചെല്ലുക. ഇതിനാണ് വലിയ കൂലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേറൊരു ചരിത്രമാണ്. ആ ചരിത്രം ഇവിടെയാണ് സംഭവിക്കുന്നത്. അവിടുത്തെ കുട്ടികൾക്കും ഭർത്താവിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വന്തം മകൾ കൈകൊണ്ട് ഈ കല്ലൊക്കെ കറക്കി ഉണ്ടാക്കുകയാണ് എന്നുള്ളത് കണ്ടിട്ട് കയ്യിലൊക്കെ തയമ്പ് പൊട്ടിയ രംഗം കണ്ടപ്പോൾ രണ്ടാൾപാടെ വന്ന് പറഞ്ഞിട്ടും മുത്തുനബി എന്ത് ചെയ്തിട്ടില്ല, ഭർത്താവിനും കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് എന്നാലും വീട്ടിൽ ജോലിക്കാരെ നിർത്തണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ പിന്നിൽ അതൊരു സ്നേഹബന്ധം നിലനിർത്തുക എന്നുള്ള നിലക്ക് ഹബീബായ തങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ബദൽ അന്ന് കൊണ്ടുവന്നതാണ് നിസ്കാരത്തിൻ്റെ ശേഷം ഈ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും ഒക്കെ 33 അല്ലാഹു അക്ബറൊക്കെ 33 വട്ടം ചെല്ലാനും വേണ്ടിയിട്ട് അന്നാണ് ഈ ചരിത്രം ഉണ്ടായിട്ടുള്ളത്. ആ ചരിത്രത്തിൻ്റെ താളുകൾ നമുക്ക് വായിച്ചാൽ അറിയാൻ കഴിയും. അതായത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ഈ അദ്കാർ ചെല്ലാനുള്ള തീരുമാനം വന്നത് ഈ ഒരു ചർച്ച ഉള്ള സമയത്തായിരുന്നു എന്ന് ചുരുക്കം. ഏതായാലും ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് നീണ്ടുപോകും. ഒരുപാട് ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. ഇന്നത്തെ ദിവസം ആ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞു വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമായിരിക്കും. എന്നാലും നിങ്ങൾ ചരിത്രം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കേൾക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഒരു അടുപ്പം നമുക്ക് മനസ്സിൽ മുത്തുനബിനോടുള്ള ഇഷ്കും അതുപോലത്തെ അവിടുത്തെ കുടുംബത്തിനോടുള്ള ആ ഒരു മുഹബ്ബത്തൊക്കെ വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബായ തങ്ങളെ പ്രിയം വെച്ചിട്ട് അങ്ങനെ ജീവിച്ച് മരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലും ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ചാൽ ഇനിയും ഇതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്.